അവിഹിതം വളരെ എളുപ്പമാണ്. സൂക്ഷിക്കുക, പെട്ടുകഴിഞ്ഞ പിന്നെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾ വഴക്കിടുമ്പോൾ അവിഹിതം വളരെ എളുപ്പമാണ്. അവിടെ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ അവിഹിതത്തിലുള്ള ആളുമായിട്ടല്ല, ഒരുമിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ പങ്കാളിയുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് എങ്കിൽ അവിടെ പ്രശ്നമുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം അവിടെ പ്രണയം മാത്രമല്ല, ഉത്തരവാദിത്തം കൂടിയുണ്ട്. എന്താണ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ? അതാണ് റിയൽ സ്നേഹം. എൻ്റെ ഭാര്യയോടുള്ള, എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ കടമ ഞാൻ മര്യാദക്ക് നിറവേറ്റുന്നുണ്ടോ? എൻ്റെ ഫോക്കസ് അയാൾ എനിക്ക് എന്ത് ചെയ്തു തരുന്നു എന്നുള്ളതിൽ മാത്രമാണ് എങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവിഹിതം വളരെ എളുപ്പമാണ്. അയാൾ എനിക്ക് എന്ത് ചെയ്തു തരുന്നു, അയാൾ എനിക്ക് എന്ത് തരുന്നു എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ അവിഹിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇയാളെ ഒഴിവാക്കി മറ്റേ റിലേഷൻഷിപ്പിലേക്ക് പോയി പിന്നെ അവിടെ ജീവിച്ചു തുടങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും, അയാൾ എന്ത് എനിക്ക് തരുന്നുവെന്ന്. അവിടെ ഉണ്ടാകുന്ന വേദന ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്ക് നിങ്ങളുടെ തെറ്റ് തിരുത്താനാകാത്ത രീതിയിൽ അത്രയും ദൂരത്തായിരിക്കും. ഈ കെട്ട് കഴിഞ്ഞ കെട്ടിയവന്മാർ, അടുത്തില്ലാത്ത ഭാര്യമാരെ നോക്കി വരുന്നവന്മാരുണ്ട്. എത്ര ഹാപ്പിയുള്ള ബന്ധങ്ങൾ നമ്മൾ പുറമേ കണ്ടാലും സൗന്ദര്യപ്പണങ്ങൾ എല്ലായിടത്തും കാണും, എല്ലാ കുടുംബത്തിലും കാണും. ഇത് തന്നെ ചൂഷണം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ നിൽക്കുന്ന ചെറ കാരണവന്മാരുണ്ട്. എല്ലാ ആണുങ്ങളും ഇല്ല, ചിലവന്മാര്. യുവമാർ ഈ പെമ്പിളടുത്ത് വരുന്ന ഒരു പക്ഷേ സഹോദരനായിട്ടായിരിക്കും, ചേട്ടായി ആയിട്ടായിരിക്കും, അനുയായി ആയിട്ടായിരിക്കും, ഏറ്റവും അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടായിരിക്കും. ഈ പെമ്പിളാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? നല്ലൊരു സുഹൃത്തിനെ പോലെ ഒരുത്തൻ, നല്ലൊരുത്തനാ. എന്റെ കെട്ടിയോനില്ലാത്ത സമയത്ത്, എന്റെ പീരീഡ്സ് സമയത്താണ് എന്റെ കെട്ടിയോൻ പോലും എന്നോട് ഇങ്ങനെ തിരക്കത്തില്ല. 7 ദിവസം കൃത്യമായിട്ട് തിരക്കും. വേദനയുണ്ടോ മോളെ, വയറ്റിനകത്ത് ചൂട് വെച്ചോ, തണുപ്പ് വെച്ചോ, ഫുഡ് കഴിച്ചോ, തൂറിയോ, പെടുത്തോ, എണീറ്റോ, ഉറങ്ങിയോ, എല്ലാം ചോദിക്കും. പനി വല്ലം വന്നാൽ തീർന്നു. തുമ്മലുണ്ടോ, തൂറ്റലുണ്ടോ, ഛർദിലുണ്ടോ, വയറിളക്കമുണ്ടോ, എല്ലാം ചോദിക്കും. ഇതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഇവളുമാർ വിചാരിക്കുന്നത് എന്താ? ഭയങ്കര കെയറിങ്ങാ, എന്റെ കെട്ടിയോനെക്കാട്ടി കൂടുതൽ കെയറിങ്, അവനോട് ഇച്ചിരി ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയേക്കാം. പക്ഷെ അവന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം, എല്ലാവരും അല്ലെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എല്ലാവരും അല്ല, ചിലവന്മാരാ വരുന്നവന്മാർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ കളിക്കുക എന്നുള്ളത് തന്നെ. അത് മനസ്സിലാകാത്ത പോയതാണ് നിന്റെയൊക്കെ ഏറ്റവും വലിയ വിവരക്കേട്. ഇത് തുറന്നു പറയുന്നുണ്ട്, ഒരു വിഷമവും തോന്നരുത്. എന്നെ പോലെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള എന്നെ തന്നെ കൂട്ടിക്കോ. നിന്റെയൊക്കെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കും, ചീത്തയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കണ്ണിൽ അവൻ ചീത്തയാണെന്ന് തന്നെ കരുതിക്കോ, ഒരു നഷ്ടവും വരത്തില്ല. നീ നിന്റെ കെട്ടിയവനായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി ഗ്യാപ്പിൽ സാമാനം കയറ്റാൻ വരുന്നതെന്നുള്ള ബോധം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഉണ്ടാവുക. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഫോളോ ചെയ്തിട്ട് പോണേ കേട്ടോ. ഒരുപക്ഷെ ഞാൻ നിന്റെ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിരിക്കില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം നീ എൻ്റെ പേര് കേൾക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, അയാൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നുവെന്ന്. പുതിയ നിയമപ്രകാരം മറ്റുള്ളവരുടെ ഭാര്യയെ പ്രണയിച്ചു വീഴ്ത്തിയാൽ 2 വർഷം കഠിന തടവ്. പഴയ നിയമത്തിൽ IPC 497 അഡൽട്ടറി ഹാസ് ബീൻ ഡിലീറ്റഡ് ബൈ ദ ഹോണറബിൾ ജസ്റ്റിസ് ദീപക് മിശ്ര. 18 വയസ്സ് തികഞ്ഞ ഏതൊരു പുരുഷനും സ്ത്രീക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാമായിരുന്നു. എന്നാൽ പുതിയ നിയമം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കി കാണണം. മറ്റുള്ളവന്റെ ഭാര്യയെ നിങ്ങൾ ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കോ ഒരു ബസ് സ്റ്റോപ്പിലെ ഒരു കോർണറിൽ നിന്ന് നിങ്ങൾ അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യോ, പ്രവാസിയുടെ ഭാര്യയെ നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുകയോ ഒരു കാറിൽ ഡ്രോപ്പ് ചെയ്യോ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് ഒരു കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം കഠിന തടവാണ്. ഇവിടെ ഒരു കാരണവശാൽ ഒരു ഇന്റർകോഴ്സോ ഒരു റൂമിലെടുത്ത് പരസ്പര ലൈംഗിക ബന്ധം വേണമെന്നില്ല. ജസ്റ്റ് അവരൊന്ന് സംസാരിക്കുന്നതോ ഒരു പ്രണയം സല്ലപിക്കുന്നോ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം കഠിന തടവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം ഭാര്യയെ രാജകുമാരിയായിട്ട് സ്വർഗറാണിയായിട്ട് കാണുകയും മറ്റുള്ളവരുടെ ഭാര്യയെ ഫോളോ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മളിങ്ങനെ പോയിരിക്കും. രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വളരെ സമാധാനമായിട്ട് പോകുമ്പോഴാണ് വരവ് മൂന്നാമത്തെ ആളുടെ. അതോടെ പോയി. ആ മൂന്നാമത്തെ ആൾ, അതാണാകട്ടെ പെണ്ണാകട്ടെ, സുഹൃത്താകട്ടെ, ബെസ്റ്റി ആകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആകട്ടെ, അതല്ല എങ്കിൽ ചിലപ്പോൾ കുടുംബക്കാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, അതുവരെ ഇല്ലാതിരുന്നൊരു കസിനാകട്ടെ, അതല്ല എങ്കിൽ പഴയൊരു സുഹൃത്താകട്ടെ, ആരും ഒരാൾ വരും, അതോടെ പോകും. ഞാനിത് പറയുമ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ ബന്ധമാണെങ്കിലും ശരി, ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ആള് സ്പോണ്ടേനിയസ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് ഇടപെട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ലൈഫിലേക്ക് ഇടപെട്ട് തുടങ്ങുമ്പോൾ അവർക്ക് കുറെ പുതിയ ചേഞ്ചുകൾ മനസ്സിലാവും. അതായത് മോണോട്ടണസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ക്ലീഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ വളരെ പെട്ടെന്നൊരു മാറ്റം വരില്ലേ. ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും അതൊരു വലിയ ഹൃദയവേദനയാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഭയങ്കരമായി വല്ലാണ്ട് ഹൃദയത്തെ കുത്തി നോവിച്ചിരുന്നു. നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, മൂന്നാമത്തെ ഒരാൾ വന്ന് അതില്ലാണ്ടാക്കി. പ്രിയപ്പെട്ട മൂന്നാമത്തെ ആളോടാണ്
നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്, നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് രണ്ട് പ്രിയപ്പെട്ടവർ ചേർന്ന് കണ്ട സ്വപ്നങ്ങളാണ്. ഭയത്തിലൊക്കെ വേണം അതിന്റെ ഉഴുതു മറിച്ച് പോവാൻ. എല്ലാവർക്കും നല്ല ഉണ്ടാവട്ടെ. പരകട്ടെ പ്രകാശം. വിവാഹം കഴിഞ്ഞിട്ടും അന്യ പുരുഷന്മാരോട് സംസാരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ശ്രദ്ധക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഭാര്യയുമായുള്ള ബന്ധം നശിപ്പിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല. മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം ചെയ്യൽ അത് നിഷിദ്ധം തന്നെയാണ്. ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവളിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കൽ മുസ്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവളോട് വർത്താനം പറയുക, അവളെ ഫോൺ വിളിക്കുക, അവളോട് വാട്സപ്പിൽ സംസാരിക്കുക, ചാറ്റ് ചെയ്യുക. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കില്ല, ആ ഭാഗത്തേക്ക് അടുക്കില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ പോലും. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളിലൂടെ തകർന്നു പോയിട്ടുള്ളത്. നീ ഒരാളുടെ ഭാര്യയാണോ? അന്യ പുരുഷന്മാരോട് ഒരു കാര്യത്തിനും സംസാരിക്കാൻ പാടില്ല. അത് സ്വന്തം കസിൻ ബ്രദർ ആയാൽ പോലും, അത് എന്ത് കാര്യത്തിനായാലും നിനക്ക് ആവശ്യമുള്ളത് പറയുക എന്നല്ലാതെ നിന്റെ മറ നീ പരമാവധി കാത്തു സൂക്ഷിക്കുക. കാരണം നീ ഒരാളുടെ ഭാര്യയാണ്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുത്തിടപഴകുന്ന എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സ്റ്റോപ്പ് ചെയ്യാനോ? അവൾ എനിക്കൊരു പെങ്ങളെ പോലെയാ, അയാൾ എനിക്കൊരു ബ്രദറിനെ പോലെയാ. അയാള് നീ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കും, അവള് നീ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കും. ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ട്. മനസ്സിലാക്ക്, ദുഷിപ്പായിട്ട് നടക്കില്ലേ. ഇതേപോലെ നിങ്ങളുടെ പാർട്ട്ണർ നടന്നാലോ, അയാൾ ഇതേപോലെ നിങ്ങളെ മൈൻഡ് ചെയ്യണം. വേറൊരാളുമായിട്ട് ബ്രദർലി സിസ്റ്റർലി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് നടന്നാലോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവോ? നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ കോൺഫിഡൻസ് എന്താ? വേറൊരാൾ നിങ്ങളുടെ അടുത്ത് ക്ലോസ് ആയിട്ടുണ്ട്, അയാൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അയാളെയും മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇയാൾ പോയാലും അയാൾ ഉണ്ടാവുന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന ബ്രദർലി സിസ്റ്റർലി ആളുകളില്ലേ, അവരോടൊപ്പം അല്ല നിങ്ങൾ ജീവിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കാന്ന് വിചാരിക്കേ. അപ്പൊ മനസ്സിലാവും പ്രശ്നം അവിടെ ഉണ്ടാവൂല്ല എന്നുള്ളത്. ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ പ്രശ്നങ്ങളിൽ നിന്നും ഓടിപ്പോയി ഇങ്ങനെയുള്ള ബ്രദർലി സിസ്റ്റർലി റിലേഷൻഷിപ്പിൽ സമാധാനം കണ്ടെത്തിയാൽ ഒടുവിൽ എന്തെന്നേക്കുമായി സമാധാനം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തില് ഒരു തെറ്റ് ഒരു തവണ ആവർത്തിക്കുമ്പോൾ അത് അബദ്ധമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ആ തെറ്റ് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കുമ്പോൾ അതൊരിക്കലും അബദ്ധമാവില്ല, അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചതാവെന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്, ഇനിയും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പിന്നീടും വീണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്താൻ പോവരുത്. ഇനിയും ഈ തെറ്റ് ആവർത്തിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വാക്കിനൊരു വില തരാതെ, നിങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവർ വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ പിന്നീടും അവരിലോട്ട് പോകുന്നതിലേറെ എത്രയോ ബെറ്ററാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി അവർക്ക് കല്യാണം കഴിക്കാത്തവരോട് പ്രണയം. പല കേസുകൾ ഇങ്ങനത്തത് ഉണ്ടാവാറുണ്ട്. പഠിക്കാൻ പോയ സ്ഥലത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോയി അവിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കാം, വിദേശത്ത് പോയവരായിരിക്കാം. ഇവർക്ക് മറ്റൊരാളോട് അടുപ്പുണ്ടാകുന്നു. അത് ഒരു പക്ഷേ റിലീജിയൻ വേറെ ആയിട്ടുള്ളവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരക്കാരോട് നിങ്ങൾ അടുപ്പമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായിട്ട് നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടായിരിക്കും. ഒരു മനുഷ്യന് ആണും പെണ്ണും തമ്മിൽ അടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോഴാണ്. സ്വന്തം പങ്കാളിയിലുള്ള ഒരുപാട് പോരായ്മകൾ അവരെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്യും. ആ പങ്കാളിയിൽ നിന്ന് കിട്ടാത്തതൊക്കെ ഈ ചർച്ച കേട്ടാൾ മനോഹരമായിട്ട് കൊടുത്തു തുടങ്ങും. ഇതിങ്ങനെ കിട്ടുമ്പോൾ കെയറിങ്, സ്നേഹം, ഇതൊക്കെ കിട്ടുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറയും. ഇവർക്ക് വേണ്ടത് ഫിസിക്കലാണ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും, അതുപോലെ തന്നെ അവർ ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങൾ വീണു പോകും. മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ നിങ്ങൾ വീണു പോയാൽ എഴുന്നേറ്റ് നിൽക്കാൻ വലിയ പാടായിരിക്കും. നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ചില നിമിഷങ്ങളിലൊക്കെ തരും. അത് അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരം ബന്ധങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൈവെക്കുക. ഇത് തീക്കൊള്ളി കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പുറം ചൊറിയുന്നതിന് തുല്യമാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളുമായി ബന്ധമുള്ളവർ സൂക്ഷിക്കുക. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള അറിവോടുകൂടി അവരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 84 പ്രകാരം 2 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ്. ഇതിൽ സ്ത്രീകളെ ശിക്ഷിക്കുകയില്ല, പുരുഷന്മാർക്കായിരിക്കും ശിക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ സൂക്ഷിക്കുക. അവിഹിതം എന്നത് മനോഹരമാണ്, സുന്ദരമായ അവസ്ഥയാണ്. പിടിക്കപ്പെടുന്നത് വരെ, മനസ്സമാധാനം നഷ്ടമാക്കുന്നത് വരെ. ചിലര് സെഷനിൽ എത്തുമ്പോൾ പറയാറുണ്ട്, ഞാന്
വളരെ നന്നായി ജീവിച്ചത് ആ ബന്ധമുണ്ടായിരുന്ന സമയത്ത് മാത്രമാണ്. നമ്മുടെ ആട് സിനിമയിൽ ഷാജി പാപ്പൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതൊരു കരിവാട് പോലെയാണ്, കഴിക്കുന്നവർക്ക് രുചി ഉണ്ടാകും, പക്ഷെ ചുറ്റിനും നല്ല നാറ്റുണ്ടായിരിക്കും, അത് നമ്മൾ അറിയില്ല എന്നുള്ളത് അല്ലെ. അവിഹിതത്തിന് കാരണങ്ങൾ പലതാണ്. പാർട്ട്ണറിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു സെക്ഷൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാരണങ്ങൾ പലത്. ചിലത് പ്രണയമാണ്, അതായത് എനിക്ക് ഇതുപോലൊരു വ്യക്തിയെ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു, കിട്ടിയില്ല, ആഫ്റ്റർ മാരേജ് ആണ് കണ്ടുമുട്ടിയത്, ഞങ്ങൾ പ്രണയിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഒരു റിയാലിറ്റി അല്ല, വളരെ കുറച്ചു കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം മാത്രമാണ്. റിയാലിറ്റി എന്നത് ജീവിതത്തിൽ ഒപ്പമുള്ള പങ്കാളി മാത്രമാണ്, അത് തിരിച്ചറിയണം കേട്ടോ. ഈ ഒരു ഫാന്റസിയും നമ്മൾ പുറത്ത് കടക്കുമ്പോൾ നമ്മളെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കേൾക്കാനോ ഒന്നും ആരുമില്ലാതെ നേറുന്നൊരു മാനസിക. 2018 സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു, അഡൾട്ടറി ഈസ് നോട്ട് എ ക്രൈം. അഡൾട്ടറി എന്ന് പറഞ്ഞാൽ മനസ്സിലായ അവിഹിതം. അവിഹിതം ഒരു കുറ്റമല്ല, പക്ഷെ നിങ്ങൾക്ക് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആണും പെണ്ണും കൂടി തുണിയും പൊക്കി പിടിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ട അവിഹിതത്തിന്. എല്ലാവരും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്നും പറഞ്ഞ് തുള്ളിച്ചാടി നടന്നതാ. ഇപ്പോൾ പുതിയ നിയമം വന്നു, ഭാരതീയ ന്യായ സംഹിത. അതിൽ സെക്ഷൻ 84 പറയുന്നത്, ഒരുത്തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ വശീകരിക്കുകയോ ഒരു മുറിയിൽ താമസിക്കുകയോ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ, ലൈംഗിക ബന്ധം വേണമെന്ന് പോലുമില്ല, ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ കേസ് കൊടുത്താൽ എൻ്റെ പൊന്നുമക്കളെ നീയൊക്കെ അകത്താവും. ഈ അവിഹിതത്തിന് പോയ പെണ്ണുങ്ങളെ ശിക്ഷിക്കുമെന്നാ, അവളുമാരെപ്പോഴും ശിക്ഷിക്കത്തൊന്നുമില്ല. അവളുമാർ വിളിച്ചോണ്ട് പോയാലും ആണുങ്ങളുടെ തലയിൽ തന്നെ വീഴുള്ളൂ. അതുകൊണ്ട് അവിഹിതം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന പൈലുകളെ പെണ്ണുങ്ങളെ മര്യാദയ്ക്ക് നേരെ വീട്ടിൽ പോയി ചെന്നിരുന്ന് മക്കളെ നോക്ക്. ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ചീറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഇപ്പോഴും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ പിരിയാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? എനിക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന്. അയാൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അയാൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അതിനെല്ലാം ഉപരി അയാൾക്ക് അയാളുടെ പാർട്ട്ണറെ ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടത്തെക്കാൾ ഉപരി അയാളുടെ സ്നേഹമാണ്. ഒരു ഉമ്മക്ക് കുട്ടിയോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? കുട്ടി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ ആ രീതിയല്ലേ അല്ലേ? അതേപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അത്രക്ക് ആത്മാർത്ഥമായാണ് ഞാൻ അയാളെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അയാൾക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അയാൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു കാര്യമില്ല എന്നറിഞ്ഞിട്ടും ആ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഫീൽ ഉണ്ടാവുക? അടിമത്ത ഫീൽ ഉണ്ടാവുക. അപ്പോൾ അയാൾ വീണ്ടും പറ്റിക്കുന്നു എന്നറിഞ്ഞിട്ടും ഞാൻ അവിടെ തുടരുന്നുണ്ട് എങ്കിൽ എനിക്ക് എന്നെ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. ശരിയല്ലേ?